ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും അതുപോലെ വിളക്കൊക്കെ കൊളുത്തി നാമജപമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാമജപം ചെല്ലുന്നതിന് മുമ്പേ എനിക്ക് വിളക്കിൻ്റെ ഒരു 2-3 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് നോക്കും. താഴെ ഇരുന്നാണ് ഞാൻ നാമം ചെല്ലുന്നത്. അപ്പം വിളക്ക് കെട്ടുപോകുമെന്നൊരു സംശയമുണ്ട്. ഈ തിരി അത്ര നന്നായിട്ട് കത്തുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കോട്ടൻ്റെ തിരി കൊണ്ട് കത്തിക്കാമെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഒരു മനസ്സമാധാനമില്ല, വിളക്ക് തവിഞ്ഞു പോകുമോ എന്നുള്ളൊരു സങ്കടമുണ്ട്. താഴെ ഇരുന്ന് നാമം ചെല്ലുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, മുകളിൽ വെച്ചേക്കുന്നത് കൊണ്ടേ. അരമണിക്കൂർ ഇരുന്ന് നാമമൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ വിളക്കൊക്കെ കുഴപ്പമില്ലാതെ നന്നായി കത്തുന്നുണ്ടായിരുന്നു. നാമമൊക്കെ ചൊല്ലിയതിന് ശേഷം പിന്നെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ ഞാനിത് വൈകുന്നേരം ഉണ്ടാക്കിയ ഒരു എള്ളുണ്ടയുടെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ സാധാരണ എള്ളുണ്ട ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ ദീപ വഴിപാടിന് വയ്ക്കുന്ന തേങ്ങയാണ്. അപ്പോൾ അത് ഞാൻ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ലഡുവോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പായസത്തിലൊക്കെ ഇടാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ന് അതെടുത്ത് കുറച്ച് എള്ളിരിപ്പുണ്ടായിരുന്നു. ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ എള്ളുണ്ട ഉണ്ടാക്കാറില്ലായിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചിരുന്നത്. ഇപ്പം മഴയൊക്കെ തുടങ്ങിയപ്പം കുറച്ച് എള്ളുണ്ട ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് കുറച്ച് കരിപ്പോട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിഞ്ജീരകമാണ് ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു ഏലക്കായും. പിന്നെ ആ തേങ്ങ ഇങ്ങനെ ചീകി എടുത്തതാണത്. പിന്നെ എള്ളും വറുത്ത്, ഇതെല്ലാം കൂടെ വറുത്തിട്ട് ശർക്കര അല്ല, ഇത് നമ്മുടെ കരിപ്പട്ടിയാണ് കേട്ടോ. കരിപ്പട്ടി നല്ല പ്യുവർ കരിപ്പട്ടിയാണ്. പ്യുവർ കരിപ്പട്ടിയാണെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതാണ് നമ്മളിതിൽ. എന്തെങ്കിലും മായം ഉണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷേ അഴുക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിന് മുമ്പേ ഞാൻ ഈ കരിപ്പട്ടി ഒരു ശകലം വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് പിന്നെ നമ്മുടെ ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ എള്ളും ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ എള്ള് കുറച്ച് 1-2 വർഷം പഴക്കമുള്ള എള്ളാണ് കേട്ടോ. ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ വർഷം പോയപ്പം അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ മറന്നുപോയായിരുന്നു, അതിന് മുമ്പത്തെ വർഷം. അപ്പം കഴിഞ്ഞ വർഷമാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ ഇരുന്ന് കുറച്ച് പഴകിയതാണ്. എൻ്റെ വീട്ടിൽ നിറയെ എള്ളിൻ്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം വീട്ടിലെല്ലാം എള്ളിൻ്റെ എല്ലാം എടുത്ത് വൃത്തിയാക്കാൻ തുടങ്ങുമ്പോഴേ അമ്മ ആദ്യത്തെ ദിവസം തന്നെ എള്ള് എടുത്ത് ഉണ്ടാക്കി തരുമായിരുന്നു. അത് നമ്മുടെ കല്ലിലിടിച്ച് ഉരളിൽ, അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കരിപ്പട്ടിയും കൂടിയിട്ട് ഇടിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ഉണ്ടയാക്കി എടുക്കും. കല്ലിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടയാക്കി എടുത്തിട്ട് പാത്രത്തിലിട്ട് എല്ലാവർക്കും കൊടുക്കും. അതിൻ്റെ ഒന്നും ടേസ്റ്റ് നമ്മൾ എത്ര വർഷം കഴിഞ്ഞ് നമ്മളുണ്ടാക്കിയാലും ആ ടേസ്റ്റൊന്നും നമുക്കത് കിട്ടാറില്ല. അപ്പം ഇപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 സാധനങ്ങളാണ് അലുവയും നമ്മുടെ എള്ളുണ്ടയും. ഈ എള്ള് കൃഷി വീട്ടിലുള്ളത് കാരണം വർഷം മുഴുവനും കഴിക്കാനുള്ള എള്ള് വീട്ടിൽ വെച്ചിരിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വരുമ്പം ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാ വർഷവും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്കിത് അമ്മ തന്നു വിടുകയും ചെയ്യും. അങ്ങനെയാണ്. പക്ഷേ ഇപ്പം നമ്മളുണ്ടാക്കുന്നതിന് എത്ര ടേസ്റ്റായിട്ട് ചെയ്താലും റെഡിയാവുന്നില്ല. വിളക്ക് കത്തിക്കേണ്ട സമയത്തായിരുന്നു ഞാനിത് ചെയ്തത്. അത് കാരണം വേഗം കുറച്ച് ഉരുട്ടി വെച്ചിട്ട് ബാക്കി പിന്നെ ചെയ്യാനായിട്ട് വെച്ച്. പിന്നെ നമ്മളെ കോട്ടൺ വാങ്ങിച്ചു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടൺ. ഇതുകൊണ്ട് തിരി ഇങ്ങനെ തെറുത്തിടാമെങ്കിലുണ്ടല്ലോ, ചെറിയ തിരിയായിട്ട് നമുക്ക് വിളക്ക് കൊളുത്താൻ നല്ലതാണ്. അപ്പം നല്ല കുഞ്ഞ് പ്രകാശത്തിൽ അത് കത്തും. അപ്പോൾ ഇന്ന് വൈകിട്ട് ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ചെറിയ രീതിയിൽ നമ്മളുടെ പൂജ എല്ലാ 3 ദിവസങ്ങളിലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പം ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പുറത്തൊരു പ്രോഗ്രാമിന് പോയി, അന്ന് അത് കാരണം അത് ചെയ്തില്ല. ഇന്ന് നമ്മുടെ കുബേരപൂജ ചെയ്യാൻ പോവുകയാണ്. പൂജ എന്ന് പറയുമ്പം വിളക്ക് കൊളുത്തി നിവേദ്യവും സമർപ്പിച്ചിട്ട് നമ്മുടെ ആ മന്ത്രം ചൊല്ലാറാണ് പതിവ് കേട്ടോ. ഇപ്പോൾ അർച്ചനയൊന്നും നടത്താറില്ല കുറച്ച് ദിവസമായിട്ട്.
അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. നിവേദ്യമായിട്ട് ആപ്പിളും വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പൂജ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.